ഇപ്പം ബ്രിട്ടാസും NN കൃഷ്ണദാസും പറയുകയാണ് വീണ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യട്ടെ, CPM അതിൽ ഇടപെടേണ്ട എന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീണ ഏതായാലും കുടുങ്ങാൻ പോവുകയാണ്, വീണ ജയിലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പിണറായിക്ക് പരിക്ക് പറ്റണ്ട, അതുകൊണ്ട് CPM-ന് പരിക്ക് പറ്റണ്ട, വീണയുടേതായ തോന്നിയാസം ചെയ്തതാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് മനസ്സിലായി വീണ അകത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം, അല്ലെങ്കിൽ മനസ്സിലായിട്ടും ഇവർ പുറത്തു പറയാത്ത കാര്യം, വീണ അകത്തേക്ക് പോയാൽ വീണ മാത്രമല്ല അകത്തേക്ക് പോവുക, വീണ അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ കാരണഭൂതവും പോകും. കാരണം വീണ വാങ്ങിയ 2.78 കോടി എന്ന് പറയുന്നത് വീണക്ക് വേണ്ടിയിട്ടല്ല, കാരണഭൂതം അത് വീണക്ക് സമ്മാനമായി കൊടുത്തതല്ല, പിന്നെന്തിന് കൊടുത്തതാണ്? അദ്ദേഹത്തിന്റെ കമ്പനി ഇവിടെ നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ NOC വേണം. പിണറായി വിജയൻ NOC കൊടുക്കണമെങ്കിൽ പിണറായി വിജയന് കൈക്കൂലി കിട്ടണം. ആ കൈക്കൂലി പിണറായി നേരിട്ട് വാങ്ങുന്നതിന് പകരം ആര് വാങ്ങി? വീണ വാങ്ങി. പക്ഷേ അതല്ലാതെ പിണറായി നേരിട്ട് വാങ്ങിയിട്ടുണ്ട്. അതാണല്ലോ PV, അതാണല്ലോ ഇതിൽ കൊടുത്തിരിക്കുന്ന RC-യും PK-യും ഈ PV-യും ഒക്കെ ഉള്ളത്. അതാണ് ജോൺ ബ്രിട്ടാസ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. ജോൺ ബ്രിട്ടാസ് പിണറായിക്കെതിരെ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ രസം. പിണറായിക്കെതിരെ കൂടി പറഞ്ഞു, പിണറായിയെ പിടിക്കണം എന്നാ പറയുന്നത്. ജോൺ ബ്രിട്ടാസ് പറയാണ് വീണയെ പിടിച്ചാ പോരാ, നിങ്ങൾ ആരെയും പിടിക്കണം, പിണറായിയെ പിടിക്കുന്നത് ജോൺ ബ്രിട്ടാസ് പറയുകയാണെന്നേ. അതായത് നമുക്ക് ഒറ്റ കേൾവിയിൽ ഇത് മനസ്സിലാവില്ല. ജോൺ ബ്രിട്ടാസ് നേരിട്ട് പിണറായി വിജയനെ ED പിടിക്കണം എന്നല്ല പറഞ്ഞത്. അത് വളഞ്ഞ വഴിക്ക് ബ്രിട്ടാസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞത്, അതായത് വീണ വാങ്ങിയത് ചെറിയത്, അതായത് നമ്മളെ മറ്റേ കുതിരോടൊപ്പം മറ്റേ സിനിമയിൽ വെള്ളാനകളുടെ നാട്ടിൽ പറഞ്ഞ മാതിരി മെയ്തിയുടെ ആ ചെറിയ സ്പാനർ എടുക്കുന്ന പറഞ്ഞാൽ വീണ വാങ്ങിയത് ചെറിയത്. വലുത് വാങ്ങിയത് ആരാണെന്നറിയോ? വലുത് വാങ്ങിയത് രമേശ് ചെന്നിത്തലയാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് ഓരോ രണ്ടാളെയും പിടിക്കണം. നമ്മുടെ മന്ത്രിസഭയിലുള്ള UDF മന്ത്രിസഭയിലുള്ള രമേശ് ചെന്നിത്തലയെയും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ബ്രിട്ടാസ് എന്താ ഉദ്ദേശിച്ചെന്നറിയോ? ഈ രണ്ടാൾക്കാരല്ലല്ലോ, ഇവിടെ RC-യും PK-യും മാത്രമല്ല, അതിന്റെ കൂടെ PV ഉണ്ടെന്നേ. മാത്രമല്ല അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 184 കോടി രൂപ കൊടുത്തതിൽ ഒരു മേജർ ഷെയർ ആർക്കാ കൊടുത്തത്? ഈ പറയുന്ന കാരണഭൂതത്തിനാണ് കൊടുത്തത്, PV-ക്കാണ് കൊടുത്തത്. PV എന്ന് പറയുന്ന പിണറായി വിജയനാണ് കൊടുത്തതെന്ന് കരിമണൽ കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടാസ് പറയുകയാണ് വീണയെ മാത്രം പിടിച്ചാൽ പോരാ, RC-യെ പിടിക്കണം. ആരെ പിടിക്കണം? PK-യെ പിടിക്കണം. അപ്പൊ പിണറായിയെ കൂടി പിടിക്കണമെന്നല്ലേ ഇയാൾ പറയുന്നത്? ഈ രണ്ടാൾക്കാരെ എന്തായാലും ED വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരെ പിടിക്കുന്നതിന് മുമ്പ് ആരെ പിടിക്കും? പിണറായിയെ പിടിക്കും. എന്താ സംശയമുണ്ടോ? മാത്രമല്ല ഇവർക്ക് രണ്ടാൾക്കും പറഞ്ഞു നിൽക്കാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർ രണ്ടു കൂട്ടരും ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വ്യവസായികളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സംഭാവന വാങ്ങാറുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു, രമേശ് ചെന്നിത്തലയും പറഞ്ഞു, കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങിയത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് അതിനുള്ള രേഖ ഇവരുണ്ടാക്കിയാൽ മതി. ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലെന്നേ. ഇവർക്ക് അതിനുള്ള രേഖ വാങ്ങിയാൽ മതി. പക്ഷെ PV അങ്ങനെയല്ല. PV കള്ളത്തരം പറഞ്ഞു, ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് PV പറഞ്ഞത്. അപ്പോഴാണ് കരിമണൽ കർത്ത പറഞ്ഞത് ആ PV എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. ഈ കൊടുത്ത കരിമണൽ കർത്ത ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിനുള്ള തെളിവുകൾ പിടിക്കില്ലേ? ഇപ്പൊ റെയ്ഡ് ചെയ്തിട്ട് വീണയുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്, വീണയുടെ ഈ ലോക്കറുകളാണ് പിടിച്ചത്. അതേപോലെ പിണറായിക്കെതിരെ അന്വേഷണം വന്നാൽ എത്ര ലോക്കറുകൾ, എത്ര അക്കൗണ്ടുകൾ, അന്വേഷണം എവിടെ വരെ പോകും? പിണറായിന്റെ മോനുണ്ട് എവിടെ? പിണറായിന്റെ മോൻ വിദേശത്തുണ്ട്. ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ആ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്തരം പണം നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. പിണറായി ഇടക്കിടക്ക് വിദേശത്തേക്ക് പോകുന്നത് മൂലക്കുരു ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെയാണോ പിണറായിയുടെ യാത്ര ഉണ്ടാവുന്നത്? അമേരിക്കയിൽ പോയാലും ഏത് വഴിയിട്ടാണ് വരുന്നത് എന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയില്ലേ? എന്തിനാണ് പിണറായി ഇടക്കിടക്ക് അബുദാബിയിലേക്ക് പോകുന്നത്, ദുബായിലേക്ക് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കുഴൽനാടൻ പറഞ്ഞത് വീണയെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത് പിടിക്കാൻ പോകുന്നത് പിണറായിയെയാണ്. ഇതിലെന്താ അത്ഭുതം? സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ ബ്രിട്ടാസ് പറയില്ല, കൃഷ്ണദാസ് പറയില്ല. കൃഷ്ണദാസും ബ്രിട്ടാസും ഇപ്പൊ പറയുന്നത് വീണയുടെ കാര്യം നോക്കിക്കോളും, പാർട്ടി നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയും വീണയുമായി ബന്ധമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് പറഞ്ഞത് വീണയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പിണറായിയെ പിടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ആയിരുന്നല്ലോ ഈ അന്തംഗമ്മികളോട് പറഞ്ഞത്. വീണക്കെതിരെ ഈ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്, റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് വീണ താമസിക്കുന്ന വീട്ടിലേക്ക് ED വന്നപ്പോ ഈ പറയുന്ന ഒരു വെളിവില്ലാത്ത അന്തംഗമ്മികളോട് പറഞ്ഞു, ഇതാ ഓടി വരി എല്ലാരും ഓടി വരി, ED-നെ തല്ലി, ED-നെ പിടിക്കി, ED-നെ കുത്തി, ED-നെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അന്തംഗമ്മികൾക്ക് വെളിവില്ലല്ലോ. ഓരോട് പറഞ്ഞതാണ് പിണറായിനെ പിടിക്കാനാണ് വേണ്ടി വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു വലിയ ഹോർഡിങ്ങുകളൊക്കെ തയ്യാറാക്കി, വലിയ ബോർഡുകൾ. ആ ബോർഡുകൾ എന്താണ്? ഞങ്ങളുടെ നേതാവിനെ തൊടാൻ പറ്റില്ല, പിണറായി തൊടാൻ പറ്റില്ല. പിണറായിനെ പിടിക്കാനല്ലടോ വന്നത്, പിണറായി പിടിക്കാനല്ല വന്നത്. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് ഇഷ്ടിയും മറ്റേ ചീമുട്ടിയൊക്കെ ആയിട്ട് വന്നു. ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് കാറ് തല്ലി തകർത്തു. ഇവരുടെ ഇവരെ ആക്രമിച്ചു. കാറിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വനിതാ ജീവനക്കാരികളെ ആക്രമിച്ചു.
ഇവര് ഇത്രയും ബോധമില്ലാത്ത വിവരമില്ലാത്ത ഈ 26 ഉണ്ട തിന്നാൻ പോകുകയാണെന്ന് മനസ്സിലായി, ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാൻ പോകാമെന്ന് മനസ്സിലായിട്ടും കഴിഞ്ഞ ഈ TV ചർച്ചയിലൊക്കെ ഇവർ പറയുന്നത് ഞങ്ങൾ പ്രതിരോധിക്കും തന്നെയാണ്. എന്തിനു പ്രതിരോധിക്കുന്നത്? വീണയെ പിടിക്കാൻ വന്നാൽ നിങ്ങൾ പ്രതിരോധിക്കാൻ പോകണം. കാരണം ഇവർക്കറിയാം വീണയെ പിടിച്ചാൽ അടുത്ത് പിടിക്കാൻ പോകുന്നത് കാരണഭൂതത്തെയാണെന്ന്. അപ്പൊ ഏതായാലും പാർട്ടി വല്ലാത്തൊരു ക്രൈസിസിലാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സത്യം പറയാനും പറ്റില്ല, കളവ് പറയാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഈ പറയുന്ന ബ്രിട്ടാസും നമ്മുടെ NN കൃഷ്ണദാസും. കാരണം അവർക്ക് ഇപ്പൊ അവര് പറയുന്നത് വീണയുടെ കാര്യം നോക്കിക്കോളും, പാർട്ടിയായിട്ട് ബന്ധമില്ല. അതേ സമയത്ത് തന്നെ ഉള്ളുകൂടെ പാറ വെക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പിണറായിയെ പിടിക്കണം. അതാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിണറായിയും പിടിക്കണം. അതാണ് പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യം VD സതീശനല്ല, രമേശ് ചെന്നിത്തലക്കല്ല, രാജീവ് ചന്ദ്രശേഖരനല്ല, നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഒന്നുമല്ല. അതിനുള്ള ഏറ്റവും വലിയ കാത്തിരിക്കുന്നത്, അതിനുള്ള ചരട് വലിക്കുന്നത് CPM-ന് ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ് കേട്ടോ. CPM-ന് ഉള്ളിൽ തന്നെ ആളുകളെയാണ്. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഈ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ല ശരിക്കും. യഥാർത്ഥത്തിൽ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇയാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇയാളാണ് പിണറായിയെ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ചരട് വലികളും നടത്തിയ ആളാണ് ഇയാള്. ഇപ്പോഴാണ് ഇയാൾ പറയുന്നത് വല്ല ആവശ്യമുണ്ടോ? വീണ വാങ്ങിയത് ചെറിയ പൈസയാണ്, വലിയ പൈസ വാങ്ങിയത് കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയാണെന്ന്. അതിന്റെ കൂടെ PV ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയില്ലേ? ആ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമല്ല അതിന്റെ കൂടെ ഒരു PV ഉണ്ടെന്ന്. അപ്പൊ PV-നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ പറയുന്നത്? അല്ല മിണ്ടാതിരിക്കല്ലേ ചെയ്യുക? അല്ലെങ്കിൽ ഇയാൾ മിണ്ടാതിരിക്കണ്ടേ? അപ്പൊ ഇയാള് ED പ്രകോപിപ്പിക്കുക. നിങ്ങൾ വീണയെ പിടിച്ചാൽ പോരാ, നിങ്ങൾ പോയി കണ്ട് കുഞ്ഞാലിക്കുട്ടിനെ പിടിക്കുക, നിങ്ങൾ പോയി കണ്ട് രമേശ് ചെന്നിത്തല പിടിക്കുക, എന്നിട്ട് രഹസ്യം പറയണം അതിന് മുന്നേ നിങ്ങൾ PV-നും പിടിച്ചാളി കേട്ടോ. അതിന്റെ മുന്നേ നിങ്ങൾ PV-നും പിടിച്ചാളി, നമ്മളെ PV-നും പിടിച്ചാളി. അയാൾ കൊണ്ടുപോയി കാണ്ട് എന്ത് ചെയ്താളി? ആ ജയിലിട്ടാളി. എന്നാ തന്നെങ്കിലും നമ്മക്കൊരു രക്ഷയായല്ലോ എന്നാണ് ഈ പറഞ്ഞ അന്തംഗമികൾ ഇപ്പം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ തന്നപ്പടിയിനെയും മോളെയും പാർട്ടി കൈവിട്ടു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴാ സംസ്ഥാന സമിതി അവരുടെ യോഗം ഇന്നത്തോടെ കഴിയുന്ന തോന്നുന്നത്. അപ്പൊ ഇതിലൊക്കെ കാണുന്നത് എന്താണ്? പിണറായി മാറണം, അപ്പം ഗോവിന്ദൻ മാറണം. അപ്പം ഗോവിന്ദൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാം, ഇതിലൊക്കെ തകരാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ തകരാറാണ്. പക്ഷെ നേതൃത്വം എന്ന് പറഞ്ഞ വ്യക്തിയല്ല. നേതൃത്വം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം ഗോവിന്ദ പിന്നെ എന്താടോ? വ്യക്തികളല്ല അത്ര നേതൃത്വം. ഇത് പുതിയ വാദമാണല്ലോ. ഇതിന്റെ നേതൃത്വത്തിന് പിഴവ് പറ്റുന്നതാണ്. അപ്പം ഗോവിന്ദൻ ഇന്നത്തെ പത്രത്തിലൊക്കെ ഉള്ളതാണ് അപ്പം ഗോവിന്ദന്റെ പ്രസ്താവന. നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുന്നു. നിങ്ങൾ ആലോചിക്കട്ടെ ഇതിന്റെ വിഡിത്തം. CPM-ന്റെ നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുന്നു. CPM-ന്റെ നേതൃത്വം ആരാ? CPM-ന്റെ നേതൃത്വം പിണറായിയും അപ്പം ഗോവിന്ദനും. പക്ഷേ വ്യക്തികൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇത് പറഞ്ഞാൽ പിണറായി വിജയനും തെറ്റുപറ്റിയിട്ടില്ല, അപ്പം ഗോവിന്ദനും തെറ്റുപറ്റിയിട്ടില്ല. പിന്നെ ആർക്കാ തെറ്റുപറ്റിയത്? നേതൃത്വം. എന്താ നേതൃത്വം? അത് നേതൃത്വം. ഇത് അന്തംഗമ്മികൾ വിശ്വസിക്കും. ഇത് എന്താണോ പിണറായി രാജിവെക്കാത്തത്, എന്താണോ പിണറായിനെ പുറത്താക്കാത്തത്, എന്താണോ അപ്പം ഗോവിന്ദനെ പുറത്താക്കാത്തത് ചോദിച്ചാൽ എന്താ പറയാ? ഇത് പറയും അത് ഇവർക്കല്ല തെറ്റുപറ്റിയത് നേതൃത്വത്തിനാണ്. അപ്പൊ നേതൃത്വം ആരാണ്? ആരാ നേതൃത്വം? അതിന് വരട്ടെ, അവിടുന്ന് അപ്പം ഗോവിന്ദൻ പറയട്ടെ, അല്ലെങ്കിൽ കാരണഭൂതം പറയട്ടെ. ചുരുക്കി പറഞ്ഞാൽ വട്ടായി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മുഴുവട്ടായിരിക്കുകയാണ് ഇമാതിരി അന്തംഗമികൾക്ക് മുഴുവനും. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഒരു രക്ഷയില്ല. അപ്പൊ ഏതായാലും വീണയുടെ കാര്യം തീരുമാനമായി. വീണയുടെ തന്തപ്പടിയുടെ കാര്യവും തീരുമാനമായി. ഇനി എന്തൊക്കെയാണ് പാർട്ടിക്കുള്ളിൽ നടക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ എന്ന് നമുക്ക് അടുത്ത ദിവസമല്ല, അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റാവുന്ന അവസ്ഥയാണ്. ആ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് CPM-ൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത്രയും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.